Every new person who come into your life occupies a room in your heart or mind. അപ്പോൾ ചിലർ ഈ റൂം നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കും, നല്ല വൃത്തിയാക്കി വെക്കും, ആൻഡ് അവർ പോകുമ്പോഴും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കും. പക്ഷെ ചിലർ ഈ റൂമിൽ വന്നിട്ട് ഫുൾ മെസ്സിയാക്കി, ഫുൾ പ്രശ്നങ്ങളാക്കി, നമ്മൾ കച്ചറയാക്കി ഇടും. ആൻഡ് ദിസ് ഇസിൻറ്റ് അബൌട്ട് റൂം അല്ലെങ്കിൽ മെസ്സി അല്ലെങ്കിൽ ക്ലെൻലിനെസ്. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വരുമ്പോൾ നല്ല വാംതായിരിക്കും. ദേ ഫിൽ അവർ ഹാർട്ട്സ് വിത്ത് ലവ്, കുറേ മെമ്മറീസൊക്കെ തരും. ആൻഡ് ചിലർ നമ്മുടെ ലൈഫിൽ നിന്ന് പോകുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താ പറയുക, വിഷമങ്ങൾ, ഉത്തരം കിട്ടാത്ത കുറേ ചോദ്യങ്ങൾ, ലൈക്ക് സെൽഫ് ഡൗട്ടിങ്, അങ്ങനെ കുറേ സംഭവങ്ങളായിരിക്കും നമുക്ക് തരാം. എപ്പോഴും വെയിറ്റ് ചെയ്യും, ലെറ്റ് ദാറ്റ് പേഴ്സൺ കം ആൻഡ് ക്ലീൻ ദ റൂം. പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വരുമെന്ന്? അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട്ടിലെ മുറി വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയാണ്. സോ ഗൈസ്, ഇഫ് എനി ഓഫ് ദ റൂം ഇൻ യുവർ ഹാർട്ട് ഇസ് അൺക്ലീൻ, പ്ലീസ് ടൈഡി ദം. കാരണം അവരാരും തിരിച്ചു വന്ന് നമുക്ക് ക്ലീനാക്കി തരില്ല. ആൻഡ് നമ്മുടെ സമാധാനം നമ്മളാണ് ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് ആ റൂം നമ്മൾ വൃത്തിയാക്കി ഇടണം. മനസ്സിലായോ? ആൻഡ് ഐ തിങ്ക് യു ഗെറ്റ് ദ പോയിൻറ്റ്. ക്ലീനിങ് ദാറ്റ് അൺക്ലീൻ റൂം ഷുഡ് ബി ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ഹീലിംഗ് ഗൈസ്. യാ, ദാറ്റ്സ് ഇറ്റ്. പിന്നെ ഇതെന്തോ തിയറിയോ മെറ്റഫറോ എന്തോ ആണ്, ആൻഡ് ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്, ബട്ട് ദ ഐഡിയ ഈസ് ദാറ്റ്. ബൈ.